LDFന് തുടർഭരണം കിട്ടിയാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ ചിലർ പറയാറുണ്ട് LDFന് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളം ബംഗാൾ പോലെയാകാം. അതായത് വികസന മുരടിപ്പ്. ബംഗാളിൽ 34 വർഷം തുടരെ CPM ഭരിച്ചപ്പോഴത്തേക്കും അവിടെ വികസന മുരടിപ്പ്, വ്യവസായങ്ങൾക്ക് പുരോഗതിയില്ല, തൊഴിലില്ലായ്മ കൂടി, പിന്നെ പാർട്ടിയുടെ ഒരു ഗുണ്ടായിസം, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുകയും ഒരു വളരെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ബംഗാൾ അധപ്പതിച്ചു എന്നുള്ളതാണ്. പണ്ട് വലിയ വലിയ സിനിമാ നിർമ്മാതാക്കളും അതുപോലെ നോവൽ പ്രൈസ് കിട്ടിയ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്ന സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു, സാമ്പത്തിക മേഖലയുടെ ഒരു കേന്ദ്രമായിരുന്നു, സാമൂഹികമായിട്ടും വളരെ നല്ല ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ. പക്ഷേ തുടർഭരണം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ ശേഷം അത് എല്ലാ മേഖലകളിലും അധപ്പതിച്ചു എന്നുള്ളതാണ്. അവിടെ ഒരു ലോകോത്തര നിലവാരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം വന്നില്ല, ലോകോത്തര നിലവാരത്തിലുള്ളൊരു ആശുപത്രി വന്നില്ല, അവിടെ ലോകോത്തര നിലവാരത്തിലുള്ള സിനിമാ നിർമ്മാണമൊക്കെ നിന്നുപോയി, അതുപോലെ നല്ല നല്ല എഴുത്തുകാർ ഒക്കെ നിന്നുപോയി. അപ്പോൾ കേരളത്തിലും തുടർഭരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിന് പറ്റിയ ആ ഒരു അധപ്പതനം എല്ലാ മേഖലകളിലുമാണ്. അധപ്പതനമായിരിക്കുമോ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു വശമാണ്. വേറൊരു വശം, CPMന് തുടർഭരണം അല്ലെങ്കിൽ LDFന് തുടർഭരണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കോൺഗ്രസ് മിക്കവാറും നമ്മളിപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 0 ആണ്. ബീഹാറിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 60-ഓളം സീറ്റുകളിൽ മത്സരിച്ചിട്ട് 6 സീറ്റേ ജയിച്ചുള്ളൂ. അതിനു മുമ്പ് ഇങ്ങനെ അവരുടെ ശോഷിച്ച് വന്നു. അപ്പോൾ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും താഴേക്കുള്ളൊരു ഗ്രാഫിലാണ് നിൽക്കുന്നത്. ഹിമാചൽ പ്രദേശിലും കർണാടകത്തിലുമാണ് മെച്ചപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലും കോൺഗ്രസ് ഇല്ലെന്നാവില്ലേ? അത് ഈ തുടർഭരണം LDFന് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ളത് കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നുണ്ടോ, UDF ചിന്തിക്കുന്നുണ്ടോ? UDFന് 2011 ഇലക്ഷനിൽ ഏകദേശം 73ഓളം സീറ്റുകളുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി ഭരണത്തിൽ വന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 2016 അത് 47ലേക്ക് ചുരുങ്ങി. 47ലേക്ക് ചുരുങ്ങിയപ്പോൾ കോൺഗ്രസ് ഏതോ 87-86 സീറ്റിൽ മത്സരിച്ചിട്ട് അവർക്ക് 22 സീറ്റിൽ മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ. അതേസമയം മുസ്ലിം ലീഗ് 23 സീറ്റിൽ മത്സരിച്ചിട്ട് അതിൽ സിംഹഭാഗവും അവർക്ക് ജയിക്കാൻ പറ്റി. അന്ന് കേരള കോൺഗ്രസിനുണ്ടാകും 2016 UDFൻ്റെ ഭാഗമായിരുന്നു, അവർക്ക് 6ഓളം സീറ്റുകൾ കിട്ടി, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അപ്പോൾ 2016 ഈ 2011 നിന്ന് 47ലേക്ക് വരികയും കോൺഗ്രസിൻ്റെ നമ്പർ വീണ്ടും കുറഞ്ഞു വന്നു എന്നുള്ളതാണ് ഒരു പ്രധാന ഒരു താഴേക്കുള്ളൊരു ഗ്രാഫ്. വീണ്ടും 2021 ആയപ്പോഴത്തേക്കും അത് വീണ്ടും 41ആയി. 47 2016 ഉണ്ടായിരുന്നു, 2021 41 സീറ്റുകളായിട്ട് ചുരുങ്ങി UDF. അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ 2016 22 ഉണ്ടായിരുന്നത് 2021 ആയപ്പോഴത്തേനും അത് 20ആയിട്ട് കോൺഗ്രസ് ചുരുങ്ങി. അപ്പോൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളുടെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 2011, 2016, 2021 73, 47, 41 ഗ്രാഫ് താഴോട്ട്. അതും കോൺഗ്രസിൻ്റെയാണ് അതിൽ പ്രധാനമായിട്ടും അവസ്ഥ താഴേക്കുള്ള ഒരു പോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തുടർഭരണം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ആണ് ഏറ്റവും വലിയ അടി വരാൻ പോകുന്നത് എന്നുള്ളത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാണോ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രചരണവും അവരുടെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്? അതോ കാരണം എല്ലാവരും പറയാറുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാണ് ഗ്രാസ് റൂട്ട്സ് ലെവലിലെ ഒരു പാർട്ടിയുടെ പ്രകടനമാണ് പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രകടനമാകുന്നത്. കാരണം ഓരോ പഞ്ചായത്ത് വാർഡിലും ഒരു സ്വാധീനമുണ്ടോ, അവരുടെ പാർട്ടിയുടെ ആൾക്കാരുണ്ടോ, ഒരു ബൂത്തിൽ എത്ര വോട്ട് കിട്ടും, അപ്പോൾ അതൊക്കെ വളരെ ആ പ്രദേശത്തുള്ള സ്വാധീനമാണ് പ്രകടമാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 2020 ഈ പഞ്ചായത്ത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും CPMനായിരുന്നു മേൽക്കൈ.
അപ്പോൾ അതിനുശേഷം നടന്ന 2020 നടന്ന തെരഞ്ഞെടുപ്പിൽ LDF തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു. ആ ഒരു 2020 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താണോ അത് അതിനെ പോലെ തന്നെയുള്ള ഒരു റിസൾട്ടാണ് വീണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നത്. അപ്പോൾ ഇപ്രാവശ്യവും 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നില്ല എങ്കിൽ LDF തുടർഭരണം കിട്ടുമെന്നുള്ളതാണ് പലരും പ്രവചിക്കുന്ന ഒരു കാര്യം. അപ്പോൾ കോൺഗ്രസ് ഏറ്റവും അധികം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിട്ട് ഗ്രാഫ് താഴേക്ക് പോയി. ഇപ്പം ബീഹാറിലെ ഒരവസ്ഥ, അതുപോലെ അല്ലെങ്കിൽ ഡൽഹിയിലത്തെ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് മാറുമെന്നുള്ളത് കോൺഗ്രസ്സുകാരിൽ ആര് മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞ് തമ്മിലടിച്ച് നടക്കുന്നവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആയില്ലെങ്കിലും ഗ്രാഫെങ്കിലും കുറച്ച് അവരുടെ സീറ്റുകളുടെ നമ്പർ ഓഫ് സീറ്റുകൾ ഒരു താഴേക്ക് പോകാതെ സൂക്ഷിക്കാനെങ്കിലും പറ്റും. ഇപ്പോൾ ഓരോരുത്തരും മുഖ്യമന്ത്രി ആകാനുള്ള ആൾക്കാർ അവർ വേറൊരു മുഖ്യമന്ത്രി ആകാനുള്ള ആളെ എങ്ങനെ അടിച്ച് താഴെയിടാം എന്നുള്ള ഒരു ഗവേഷണം നടത്തി അതിനുള്ള കരുനീക്കങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തുടർഭരണം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് വളരെ ക്ഷീണം പറ്റും എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം. ഇനി മൂന്നാമത് തുടർഭരണം വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ക്രമസമാധാന നില എങ്ങനെയിരിക്കും, കേരളത്തിൻ്റെ ആൾക്കാരുടെ ഒരു തൊഴിലില്ലായ്മയുടെ ഒരു അവസ്ഥ എങ്ങനെയിരിക്കും, ഇവിടുത്തെ സംരംഭകത്വം എങ്ങനെയിരിക്കും, ഇവിടത്തേക്ക് ഇനി ആളുകൾ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമോ, ഇവിടുത്തെ ഒരു ക്രമസമാധാന നില തകരാറിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ടൂറിസം വികസിക്കുമോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാവിധ സംശയങ്ങളും ഇവിടെ താമസിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ നടക്കുകയാണ്. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ദിവസം രാഗം തിയേറ്റർ നടത്തിക്കൊണ്ടിരുന്ന സുനിൽ എന്ന് പറഞ്ഞ ഒരാൾ വീട്ടിലേക്ക് പോയപ്പോഴത്തേനും വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അതിനുശേഷം ഈ കാറിലുണ്ടായിരുന്ന സുനിലിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അപ്പോൾ ഒരു 3 പേരുടെ ഒരു കൊട്ടേഷൻ സംഘം ബൈക്കിലെത്തിയാൽ മറ്റുമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊട്ടേഷൻ സംഘങ്ങളുടെ വളർന്ന് ആർക്ക് വേണമെങ്കിലും എന്ത് അക്രമവും ഈ നാട്ടിൽ ചെയ്യാവുന്നൊരവസ്ഥയിൽ ഈ LDF 9 വർഷം ഭരിച്ചപ്പോഴത്തേക്കും ആയി. അപ്പോൾ ഇനിയും തുടർഭരണം വന്നു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ ഈ വർക്കലയിൽ ബീച്ചിൽ ആളുകളെ കാണുന്നു. കോവളത്ത് നേരത്തെ ഒരു വിദേശത്ത് വന്ന ഒരു വനിതയെ അവിടെ 1 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ ഒരു ഡെഡ് ബോഡി കാണുന്നത്. അതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾ എവിടെ പോയെന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തെല്ലാം അക്രമങ്ങളാണ് കേരളത്തിൽ ഓരോ ദിവസവും നടക്കുന്നത്. അതുപോലെ ലഹരിയുടെ ഉപയോഗം കൂടി അതിൻ്റെ ബേസിലുള്ള അക്രമങ്ങൾ അതിനേക്കാളും കൂടി വരുന്നു. മദ്യം ഉപയോഗിച്ചിട്ട് മദ്യലഹരിയിൽ കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കയ്യും കണക്കുമില്ല. കൊച്ചിയിൽ അടുത്ത കാലത്ത് ഒരു സ്ത്രീയെ കൊന്നിട്ട് ആ ഡെഡ് ബോഡിയും വലിച്ചുകൊണ്ട് പോയി. അവസാനം മദ്യലഹരിയിലായിരുന്നുകൊണ്ട് ആ ഡെഡ് ബോഡിയുമായിട്ടിരുന്ന് ഉറങ്ങിപ്പോയി. രാവിലെ എത്തിയ ആൾക്കാരാണിത് കാണുന്നത്. അപ്പോൾ മദ്യത്തിൻ്റെ ഒരു പ്രശ്നം വളരെ കൂടിക്കൂടി വരുന്നു. അപ്പോൾ എല്ലാം ശരിയാക്കുമെന്നും പറഞ്ഞ് 2016 വന്ന പിണറായി വിജയൻ സർക്കാർ കേരളത്തെ ശരിയാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ വിധത്തിലും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടെന്ന് വെച്ചാൽ കടക്കെണിയിൽ കയറി കടം വാങ്ങിച്ച് ഇങ്ങനെ എന്തെങ്കിലും കാര്യം നടത്തുന്നത് ഒരു വലിയ കഴിവിൻ്റെ ലക്ഷണമല്ല. അതൊരു കഴിവുമില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് കടം വാങ്ങി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ടും എല്ലാ മേഖലയിലും തകർക്കുന്ന ഒരു ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും തുടർഭരണം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതിനേക്കാളും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ നമ്മൾ അധപ്പതിക്കാനുള്ള സാധ്യതയാണ് ഇതുവരെയുള്ള ട്രെൻഡ് അനാലിസിസ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുക. അപ്പോൾ കോൺഗ്രസ് എന്താണേലും അവർ ഉണർന്ന് തമ്മിലടിയുമായിട്ട് നടക്കുന്നു. അവരുടെ ഒരു അവസ്ഥ താഴോട്ട് തന്നെയാണ്. അപ്പോൾ ഒരു ബദലായിട്ടുള്ള ഒരു BJPയെ
ജനങ്ങൾ കൺസിഡർ ചെയ്തില്ലെങ്കിൽ ഈ തുടർഭരണത്തിൻ്റെ തിക്തഫലങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും.